ശ്രീ ഗണപതയേ നമഃ. അവിഘ്നമസ്തു. ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. പ്രിയ കുടുംബാംഗങ്ങളെ, രാമായണ യാത്ര എന്ന രാമായണ പഠനത്തിൻ്റെ 37ാമത് ഭാഗമാണ് നമുക്കിന്നിവിടെ മനനം ചെയ്യേണ്ടതായിട്ടുള്ളത്. കഴിഞ്ഞ ഭാഗത്ത് നമ്മൾ മനസ്സിലാക്കിയത് രാമലക്ഷ്മണന്മാരും സീതാദേവിയൊക്കെ വനത്തിലേക്ക് പോകാൻ അമ്മയോടൊക്കെ അനുവാദം വാങ്ങിച്ച് തൻ്റെ വസതിയിൽ നിന്നും പുറത്തേക്ക് വരികയും ആ അവസരത്തിൽ തന്നെ കാണാനായി എത്തിച്ചേർന്ന നിരവധി പൗരജനങ്ങൾ കൈകേയിയോടും ദശരഥനോടുമുള്ള അമർഷം പ്രകടമാക്കുന്നതുമായ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി. വാമദേവൻ അതിന് കൃത്യമായിട്ടുള്ള മറുപടി കൊടുത്ത് അവരെ ആശ്വസിപ്പിക്കുന്നു. തുടർന്ന് രാമനും ലക്ഷ്മണനും സീതയൊക്കെ അച്ഛൻ്റെ അരികിലേക്കും അതിലെ കൗസല്യയുടെ അരികിലേക്കും അനുവാദം വാങ്ങാൻ വേണ്ടി പോകുന്ന ഭാഗമാണ് ഇനി നമുക്കിന്ന് മനസ്സിലാക്കേണ്ടതുള്ളത്. അതെന്താണെന്ന് നമുക്ക് നോക്കണ്ടേ. രാഘവൻ താതഗേഹം പ്രവേശിച്ചുടൻ വ്യാകുലഹീനം വണങ്ങിയരുൾ ചെയ്തു. കൈകേയിയാകിയ മാതാവ് തന്നോടു ശോകം കളഞ്ഞാലുമമ്മേ മനസ്സിതേ. സൗമിത്രിയും ജനകാൽപജയും ഞാനും സൗമുഖ്യമാർന്നു പോവാനായി പുറപ്പെട്ടു. ഖേദമകലെ കളഞ്ഞിനി ഞങ്ങളെ താതനാജ്ഞാപിക്ക വേണ്ടതു വൈകാതെ. ഇഷ്ടവാക്യം കേട്ടു കൈകേയി സാദരം പെട്ടെന്നെഴുന്നേറ്റിരുന്നു സസംഭ്രമം. ശ്രീരാമനും മൈഥിലിക്കും മനൂജനും ചീരങ്ങൾ വെവ്വേറെ നൽകിനാളമ്മയും. ധന്യവസ്ത്രങ്ങൾ ഉപേക്ഷിച്ചു രാഘവൻ വന്യചീരങ്ങൾ പരിഗ്രഹിച്ചിടിനാൻ. പുഷ്കരലോചനനുജ്ഞയാം വൽക്കലം ലക്ഷ്മണൻ താനും ഉടുത്താനതു നേരം. ലക്ഷ്മി ഭഗവതിയാകിയ ജാനകി വൽക്കലം കയ്യിൽ പിടിച്ചുകൊണ്ടാകുലാൽ പക്ഷമെന്തുള്ളിലെന്നുള്ളതറിവാനായി തൽക്ഷണേ ലജ്ജയാം ഭർതൃമുഖാംബുജം ഗൂഢമായി നോക്കിനാളെങ്ങനെ ഞാനിതു ഗാഢമുടുക്കുന്നതെന്നുള്ള ചിന്തയാ. മംഗലാദേവതാ വല്ലഭൻ രാഘവൻ ഇംഗിതജ്ഞൻ തഥാ വാങ്ങിപ്പരുഷമാം വൽക്കലം ദിവ്യാപരോപരിവേഷ്ടിച്ചു സൽക്കാരമാനം കലർന്നു നിന്നിടിനാൻ. എന്നതു കണ്ടൊരു രാജതാരങ്ങളും അന്യരായുള്ള ജനങ്ങളുമൊക്കവേ വന്നതു കത്താൽ കരയുന്നതു കേട്ടു നിന്നരുളിടും വസിഷ്ഠ മഹാമുനി. കോപേന ഭർസിച്ചു കൈകേയി തന്നോടു താപേന ചൊല്ലിനാനെന്തിതു തോന്നുവാൻ. ദുഷ്ടേ നിശാചരി ദുർവൃത്തമാനസേ കഷ്ടമോർത്തോളം കഠോരശീലേഖലേ. രാമൻ വനത്തിനു പോകണമെന്നല്ലോ
താമസശീലേ വരത്തെ വരിച്ചു നീ. നോക്കൂ, ആ വനയാത്രയ്ക്ക് തയ്യാറായി ശ്രീരാമനും ലക്ഷ്മണനും സീതയും ഒക്കെ കൂടി കൈകേയും ദശരഥനും കിടക്കുന്ന കൈകേയുടെ ഗൃഹത്തിലേക്ക് കടന്നു ചെല്ലുകയാണ്. അവിടെ ചെല്ലുന്ന അവസരത്തിൽ എന്താ കാഴ്ച? ദശരഥൻ അവിടെ തന്നെ കിടക്കുന്നുണ്ട്, ഒരു മാറ്റവുമില്ല. കൈകേയും അവിടെ തന്നെ ശാഠ്യം പിടിച്ച് കിടക്കുന്നുണ്ട്. എന്താണ് കാര്യം? ഇതുവരെ നടന്നിട്ടില്ല. പോകാമെന്ന് രാമൻ പറഞ്ഞിട്ടുണ്ട്, പക്ഷെ ഇതുവരെ പോയിട്ടില്ലല്ലോ. അപ്പോൾ പോകുന്നത് വരെ അവിടെ നിന്ന് എഴുന്നേൽക്കാതെ നിൽക്കണം. അല്ലാതെ എഴുന്നേറ്റിട്ട് പിന്നെ ചോറിയും കറിയും എല്ലാം ഭക്ഷണമെല്ലാം കഴിക്കാൻ വേണ്ടി തയ്യാറായി കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ? പിന്നെ അതിൻ്റെ തീവ്രത കുറയുകയും പിന്നെ ആ കാര്യം നടക്കാതെ വരികയും ചെയ്യും. അതുകൊണ്ട് എന്ത് വില കൊടുത്തും ഉദ്ദേശിച്ച കാര്യം നേടിയെടുക്കണം എന്നുള്ള ഒരു തീവ്രമായിട്ടുള്ള ആ ഒരു ചിന്തയാണ് ഇവിടെ കൈകേയിക്കുള്ളത്. അപ്പോൾ ആ കൈകേയി അതുകൊണ്ടാണ് അവിടെ തന്നെ കിടക്കുന്നത്. ഈ അവസരത്തിലാണ് ഇവരങ്ങോട്ട് കടന്നു വരുന്നത്. എന്നിട്ട് എന്താ പറയുന്നത്? ഞാനും ജനകജയും ലക്ഷ്മണനും വനത്തിലേക്ക് പോകാൻ തയ്യാറായി കഴിഞ്ഞു, ഇപ്പോൾ തന്നെ പുറപ്പെടുകയാണ്. ഇനി അച്ഛൻ്റെ ഒരു അനുവാദം കൂടി കിട്ടിക്കഴിഞ്ഞ ഉടൻ തന്നെ ഞാൻ ഇവിടുന്ന് ഇറങ്ങും എന്ന് പറഞ്ഞു. അതുവരെ തളർന്ന് അവശയായി കിടക്കുകയായിരുന്നു, അല്ലെങ്കിൽ അങ്ങനെ അഭിനയിച്ച് കിടക്കുന്ന കൈകേയിക്ക് പെട്ടെന്നൊരു എനർജി വന്നതുപോലെ ചാടി എഴുന്നേൽക്കുക ചെയ്യുന്നത്. കാരണം എന്താ? ഉദ്ദിഷ്ട കാര്യം സഫലമായതുപോലെ. പിന്നെ എൻ്റെ അവിടെ വണ്ടി പിടിച്ച് കിടക്കേണ്ട ആവശ്യമില്ല, എന്നെ എത്രയും പെട്ടെന്ന് ഇവരെ പറഞ്ഞയക്കണം. അതിന് വേണ്ടി എന്ത് ചെയ്തു പറയാം? നേരെ പോയി മരമുരി എടുത്തു കൊണ്ടുവന്നു. വന്യചീരം എന്നാണ് പറയുന്നത്. വന്യചീരം എന്ന് പറഞ്ഞാൽ മരത്തിൻ്റെ തൊലി കൊണ്ടുണ്ടാക്കുന്ന വസ്ത്രം. പണ്ട് കാലങ്ങളിൽ വെച്ചാൽ ആദ്യ കാലഘട്ടങ്ങളിൽ നമ്മുടെ ശാസ്ത്രം പറഞ്ഞു വെച്ചാൽ തുണിയൊക്കെ ഇറങ്ങുന്നതിന് മുന്നേ ആദ്യം മനുഷ്യന്മാർ ശരീരം മറക്കാൻ എടുത്തിരുന്നൊരു വസ്തുവാണ് മരത്തിൻ്റെ തൊലി എന്നാണ്. പിന്നീട് അത് സന്യാസിമാരായ ആൾക്കാർ, വനവാസികളായ ആൾക്കാർ പട്ടുവസ്ത്രങ്ങളെല്ലാം ഉപേക്ഷിച്ചിട്ട്, പട്ടുവസ്ത്രങ്ങൾ അവർ ധരിക്കാറില്ല, അവർക്ക് കിട്ടാറില്ല, ഉണ്ടെങ്കിലും അവരത് ധരിക്കാറില്ല. അവർ ഈ മരത്തിൻ്റെ തൊലി ചതച്ചിട്ട് ഒരു പ്രത്യേക ശൈലിയിലൊരു വസ്ത്രമാക്കി മാറ്റും. അതിങ്ങനെ അടർത്തിയെടുക്കുന്നതാണെങ്കിൽ പിന്നീട് അത് ചതച്ചിട്ടാണ് അത് പ്രത്യേക തരത്തിലൊരു വസ്ത്രമാക്കി മാറ്റുക. അപ്പോൾ അതിനെയാണ് കൂടുതലും സന്യാസിമാരും മറ്റുള്ളവരൊക്കെ ഉപയോഗിച്ചിരുന്നത്. അപ്പോൾ ആ വന്യചീരം എന്ന് പറഞ്ഞാൽ ആ വനത്തിൽ നിന്നും അല്ലെങ്കിൽ മരത്തിൽ നിന്നും എടുക്കുന്ന ഒരു തരം വസ്ത്രം, അതിനാണ് മരവുരി എന്ന് പറയുന്നത്. ആ വസ്ത്രം എടുത്തു കൊണ്ടുവന്ന് ശ്രീരാമൻ ആദ്യം കൊടുത്തു, പിന്നെ ലക്ഷ്മണന് കൊടുത്തു, ഒന്ന് സീതക്കും കൊടുത്തു. ശ്രീരാമൻ ഒന്നും നോക്കിയില്ല. കാരണം എന്താ? മാനസികമായി തയ്യാറായിട്ടുള്ളത്. വേഗം തൻ്റെ പട്ടുവസ്ത്രമൊക്കെ അഴിച്ചു മാറ്റി, എന്നിട്ട് വന്യചീരമായിട്ടുള്ള വരമുരി എടുത്ത് അങ്ങോട്ട് കൊടുത്തു. ജ്യേഷ്ഠൻ ചെയ്യുന്ന കണ്ടപ്പോൾ പിന്നെ അനിയന് പിന്നെ അവിടെ അപ്പീലൊന്നുമില്ല, അനിയനും അതേപോലെ ചെയ്തു. എന്നാൽ സീതാദേവി ഇതും പിടിച്ചിങ്ങനെ നിൽക്കുകയാണ്. എന്താ ചെയ്യേണ്ടത്? ഇതുവരെ ഉടുത്തിട്ടില്ല, ഇത് എങ്ങനെ ഉടുക്കേണ്ടതെന്ന് അറിയുകയും ചെയ്യില്ല. മാത്രമല്ല ആ പൊതു സദസ്സിൽ വെച്ചിട്ട് അങ്ങനെ ഉടുക്കാൻ കഴിയില്ല, സ്ത്രീയല്ലേ, അതിനൊരു ഇതുണ്ടല്ലോ. അപ്പോൾ ഈ ശ്രീരാമൻ ഇതിങ്ങനെ നോക്കുകയാണ്. ഈ പരുഷമായി കിടക്കുന്ന മരമുരി എടുത്തിട്ട് ഇങ്ങനെ നിൽക്കുവാണല്ലോ. അപ്പോൾ ഈ ശ്രീരാമൻ എന്ത് ചെയ്തു? ടെൻഷൻ അടിക്കണ്ട എന്ന ഭാവത്തിൽ ഇതെടുത്തിട്ട് ആ വസ്ത്രത്തിൻ്റെ മുകളിലേക്കായിട്ട്, കാരണം അവിടെ നിന്ന് പൊതുജനങ്ങളെല്ലാം ഇത് കാണാൻ വേണ്ടി വന്ന് നിൽക്കുന്നുണ്ട്. അവിടെ ഒരുപാട് ആൾക്കാർ യാത്രയാക്കാൻ വേണ്ടി വന്ന് നിൽക്കുന്ന അന്തപുരവാസികളൊക്കെ ഉണ്ട്. ഇവരൊക്കെ കാണത്തക്കെയാണ് ഈ കൈകേയി ഇത് ചെയ്യുന്നത്. അപ്പോൾ ശ്രീരാമൻ തന്നെ അവൾ ഉടുത്ത സാരി ആയിട്ടുള്ള അല്ലെങ്കിൽ പട്ടുവസ്ത്രത്തിൻ്റെ മുകളിൽ ഈ പറയുന്ന മരവുരിയൊക്കെ ഒരു പ്രത്യേക രീതിയിൽ ശ്രീരാമചന്ദ്രൻ തന്നെ ഉടുപ്പിക്കുന്ന കാഴ്ച കണ്ടപ്പോൾ അവിടെ ഉണ്ടായിരുന്ന സാധാരണക്കാരായ ജനങ്ങളുടെ ഹൃദയം പോലും വിങ്ങിപ്പൊട്ടിയതായിട്ടാണ് പറയുന്നത്. അവർക്കത് സഹിക്കാൻ പറ്റുന്നില്ല, അറിയായിരുന്നു. കാരണം പട്ടുവസ്ത്രങ്ങളെടുത്ത് പട്ടുമത്തയിൽ കിടക്കുന്ന, സ്വർണ്ണത്തളികയിൽ ഭക്ഷണം കഴിക്കുന്ന രാജകുമാരി, അതുപോലെ തന്നെ നമ്മുടെ പ്രിയപ്പെട്ട രാമൻ, ഇവരൊക്കെ എന്താ ചെയ്യാൻ പോകുന്നത്? മരമുരി എടുത്ത് വനത്തിലേക്ക് സന്യാസമായി. ഇനി ഒരിക്കലും അവർ തിരിച്ചു വരില്ല എന്നുള്ളത് ഉറപ്പായി ഇവർക്ക്. കാരണം എന്താ? പോകുന്നത് 14 വർഷത്തേക്കാണ്. 14 വർഷം പോയി കഴിഞ്ഞാൽ അവർ മരിച്ചതായിട്ടാണ് നിൽക്കുക. 14 വർഷം തിരിച്ചു വന്നിട്ടെങ്കിൽ മരിച്ചതായിട്ട് കണക്കുക. 13 വർഷം വരെയാണ് വരെ കാത്തു നിൽക്കുക. 13 വർഷം കഴിഞ്ഞ് 14 വർഷമായി പോയാൽ പിന്നെ അവർ മരിച്ചതായി. പിന്നെ അവർക്ക് സ്വന്തം നാട്ടിലോ വീട്ടിലോ എവിടെയും ഒരു അഡ്രസ്സ് വെക്കുക, അല്ല ഉണ്ടെങ്കിൽ അതിലുണ്ടാവില്ല. ഇന്നും ആ ഒരു നിയമം നിലവിലുണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ ആ ഒരു കാര്യം ജനങ്ങൾക്ക് കൃത്യമായിട്ട് അറിയുന്നതുകൊണ്ട് തന്നെ അവരെല്ലാം ഏങ്ങലടിച്ച് കരയുകയാണ്, മനസ്സിനുള്ളിൽ തേങ്ങുകയാണ് അവരുടെ മനസ്സ്. ആ യാത്ര പോകുന്ന കാഴ്ച കാണാൻ പല ആൾക്കാർക്ക് കാണാൻ കഴിയുന്നില്ല. കണ്ണുനീര് കൊണ്ട് തന്നെ അവരുടെ കണ്ണുകളൊക്കെ മായ്ക്കുകയാണ്, കാഴ്ചയെ മായ്ക്കുന്നു എന്ന് വേണം ഇവിടെ മനസ്സിലാക്കാൻ പറ്റുന്നത്. അപ്പോൾ ഈ കരച്ചിൽ കേട്ടിട്ടാണ് അവിടെ
വസിഷ്ഠൻ കടന്നു വരുന്നത്. വസിഷ്ഠൻ കുലഗുരുവാണ്. ഞാൻ നേരത്തെ പറഞ്ഞു 8 മന്ത്രിമാരുണ്ട്. അതിലൊന്നാണ് വാമദേവൻ. വാമദേവനെ കുറിച്ച് നമ്മൾ മുന്നേ പറഞ്ഞു. മന്ത്രിമാരല്ല, 8 ഗുരുക്കന്മാർ, 8 മന്ത്രിമാരും 8 ഗുരുക്കന്മാരും. അപ്പോൾ ആ വസിഷ്ഠൻ വരുമ്പോൾ തന്നെ കാണുന്നത് വെച്ചാൽ ഇതിങ്ങനെ ശ്രീരാമൻ അത് ഉടുപ്പിക്കുന്നതും ജനങ്ങളുടെ ഉള്ളിൽ നിന്ന് വിങ്ങിപ്പൊട്ടുന്നതായിട്ടുള്ള കാഴ്ചയാണ്. ഇത് കണ്ടപ്പോൾ വസിഷ്ഠനും താങ്ങാൻ പറ്റിയില്ല. വസിഷ്ഠൻ്റെ ഉള്ളിൽ സങ്കട കടലുകൾ ഇരുമ്പുന്നുണ്ട്. അതോടൊപ്പം കോപവും ഇരിച്ചു കയറി. കാരണം എന്താ, ഇവിടെ ഈ കൈകേയി ശ്രീരാമനെ ഓടിക്കാനാണ് നോക്കുന്നത്. പക്ഷെ ആ അവസരത്തിൽ മരവരി ഉടുത്ത് കാട്ടാളന്മാരെ പോലെ വനത്തിലേക്ക് പറഞ്ഞയക്കുന്ന ആ ദുഷ്ടമായ ചിന്തയെ വസിഷ്ഠന് കണ്ടപ്പോൾ പ്രതികരിക്കാതിരിക്കാൻ പറ്റില്ല. അതാണ് വസിഷ്ഠൻ അവിടെ ശക്തമായ രീതിയിൽ പ്രതികരിക്കുന്നത്. എന്താണ് വിളിക്കുന്നത്? ദുഷ്ടേ എന്ന് വിളിക്കുന്നു. സ്വതവേ വസിഷ്ഠൻ ശാന്തനാണ്. നല്ല അത്രയും ശ്രേഷ്ഠനായൊരു മഹർഷിയാണ് വസിഷ്ഠൻ. ആ ശ്രേഷ്ഠനായിട്ടുള്ള മഹർഷിയുടെ നാവിൻ തുമ്പിൽ നിന്നാണ് വീഴുന്നത് ദുഷ്ടേ. നിശാചരി എന്ന് വെച്ചാൽ കാട്ടാള സ്ത്രീ, രാത്രിയിൽ യാത്ര ചെയ്യുന്നത്. കാരണം നിശ എന്ന് പറഞ്ഞാൽ രാത്രിയിൽ ചലിക്കുന്നവളെ, രാത്രി ചലി ഇരുട്ട്, കാരണം അന്ധകാരം നിറഞ്ഞ മനസ്സോടുകൂടി നടക്കുന്നവളെ, വിവരമില്ലാത്തവളെ, അല്ലെങ്കിൽ രാക്ഷസ സ്ത്രീ എന്ന വിധൊക്കെയാണ് അത് പറയുന്നത്. ദുർവൃത്തമാനസേ, എപ്പോഴും ദുഷ്ടചിന്തകൾ മാത്രമുള്ള അവളെയാണ് അങ്ങനെ വിളിക്കുന്നത്. എന്നിട്ട് പറയാണ് കഷ്ടമോർത്തോളം കഠോരശീലേ കലേ. കഠോരശീലേ, കരിങ്കലിൻ്റെ ഉറപ്പുള്ള മനസ്സുള്ള അവളെ എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. നീ പറഞ്ഞതാണല്ലോ, രാമൻ വനത്തിന് പോകണമെന്നാണ് നീ ആവശ്യപ്പെട്ടിരിക്കുന്നത്. അതിനാണല്ലോ നീ വരം വാങ്ങിച്ചിരിക്കുന്നത്. അപ്പോൾ രാമൻ വനത്തിന് പോകാൻ വേണ്ടി നീ ആവശ്യപ്പെടുകയും ആ വരം വാങ്ങിക്കുകയും ചെയ്തു. എന്നിട്ട് നീ എന്താണ് ഇവിടെ ചെയ്യുന്നത്? ജാനകി ദേവിക്കു വൽക്കലം നൽകുവാൻ മനസ്സേ തോന്നിയതെന്തൊരു കാരണം? ഭക്ത്യാ പതിവ്രതയാകിയ ജാനകി ഭർത്താവിനോടുകൂടെ പ്രയാണം ചെയ്യിൽ സർവാഭരണാഭിഭൂഷിത ഗാത്രിയായി ദിവ്യാംബരം പൂണ്ടനുഗമിച്ചിടുക. കാനന ദുഃഖ നിവാരണാർത്ഥം പതി മാനസവും രമിപ്പിച്ചു സദാകാലം ഭർതൃശുശ്രൂഷയും ചെയ്തു പിരിയാതെ ചിത്തശുദ്ധ്യാചരിച്ചിടുകന്നേവരും. ഇവിടെ പറയുന്നതാണെന്നറിയോ, നീ രാമൻ വനത്തിന് പോകണമെന്നാണ് വരത്തെ വാങ്ങിച്ചത്. ആ നീ എന്തിനാണ് ജാനകി ദേവിക്ക് ഈ മരപുരി കൊടുക്കാൻ കാരണം? നിന്റെ ആവശ്യത്തിനാണ് നീ കൊടുക്കേണ്ടത്. നീ ഇപ്പം ജാനകിക്ക് കൊടുക്കേണ്ട ഒരാവശ്യമുണ്ടായില്ല. ജാനകി വനത്തിൽ പോകണം നീ പറഞ്ഞിട്ടുമില്ല. പക്ഷേ പതിവ്രതയായതുകൊണ്ട് അവൾ തൻ്റെ പതിയെ ശുശ്രൂഷിക്കാനായിട്ടാണ് ഭർത്താവിനോട് ഒന്നിച്ചവൻ പോകുന്നത്. അപ്പോൾ അവൾ പോകുമ്പോൾ അവളെ കൂടി നീ ഇവിടുന്ന് മരവരി ഉടുത്ത് ഓടിക്കേണ്ട ഒരാവശ്യമില്ല. നിന്റെ മനസ്സിൽ അത്രയേറെ വിഷമാണ്. അതുകൊണ്ടാണ് നിനക്ക് ഇങ്ങനെ ചിന്തിക്കാൻ പറ്റുന്നത് എന്ന് പറയുന്നു. അതുകൊണ്ട് തന്നെ അവൾ പോകുമ്പോൾ സർവാഭരണ വിഭൂഷിതയായിട്ട് വേണം പോകാൻ. പട്ട് വസ്ത്രം ധരിച്ചിട്ട് തന്നെയാണ് പോകേണ്ടത്. അതല്ലാതെ ഇത്തരത്തിൽ വസ്ത്രം ധരിക്കേണ്ട ആവശ്യമില്ല എന്ന് പറയുന്നു. അത് കേട്ടപ്പോൾ പൗരജനങ്ങൾക്കുള്ള ഒരു ആശ്വാസമായി. കാരണം അവിടെ കൃത്യമായിട്ടൊരു തീരുമാനം ഗുരുക്കൻ അല്ലെങ്കിൽ ഗുരു എടുത്തിരിക്കുന്നു എന്നർത്ഥം. ഈ യാത്രയിൽ കാനനത്തിൽ പോകുമ്പോൾ കാനനത്തിൽ ഉണ്ടാകുന്ന ഒരുപാട് ദുഃഖങ്ങളുണ്ടാവും. ആ ദുഃഖത്തിൽ അവർക്ക് ആ പതിയുടെ മനസ്സിന് സന്തോഷമുണ്ടാക്കിക്കൊണ്ട് ഈ സീതാദേവി ഈ പറയുന്ന സൗന്ദര്യം ഉള്ള അവള് ആ മുഴുവൻ ആഭരണങ്ങളും അണിഞ്ഞ് പട്ടുവസ്ത്രം ധരിച്ച് ആ ഭഗവാന്റെ അല്ലെങ്കിൽ രാമൻ്റെ മനസ്സിനെ ആനന്ദിപ്പിച്ചും കൊണ്ട് ശുശ്രൂഷ ചെയ്തുകൊണ്ട് പിരിയാതെ ഒന്നിച്ച് നടക്കട്ടെ. സീതാദേവിയോട് പറയാണ്, നീ ഈ ആഭരണങ്ങളെല്ലാം അണിയട്ടെ, ആ പട്ടുവസ്ത്രം ധരിക്കട്ടെ, എന്നിട്ടോ ആ കാട്ടിലൂടെ നടന്നു പോകുന്ന അല്ലെങ്കിൽ ഈ കാനനവാസം പോകുമ്പോൾ ആ ഭർത്താവിനുണ്ടാകുന്ന മാനസികമായ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും നിന്റെ സാന്നിധ്യം കൊണ്ടും നിന്റെ ശുശ്രൂഷ കൊണ്ടും സന്തോഷകരമാവട്ടെ, രമിപ്പിക്കട്ടെ എന്നാണ് ഇവിടെ പറയുന്നത്. ഇവിടെയും നമുക്ക് ജീവിതത്തിൽ പകർത്താനുള്ളൊരു തത്വമുണ്ട്.
ഇവിടെ പറയുന്നു, ഈ കാനനത്തിൽ രാമൻ പോകുമ്പോൾ പതിവ്രതയായ സീത ഒന്നിച്ചു പോകുന്നു. മരവരി ഉടുത്തിട്ടല്ല അവൾ പോകേണ്ടത്, ഭർത്താവിനെ പോലെ പോകരുത്. നമ്മുടെ ജീവിതം അതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. അത് വളരെ പ്രധാനമായൊരു കാര്യമാണ്. ഭർത്താവിനെ പോലെ നമ്മൾ ജീവിക്കരുത്. സ്ത്രീകൾ പ്രത്യേകം ശ്രദ്ധിക്കുക. കാരണം ഭർത്താവ് മദ്യപിച്ച് നടക്കുകയാണെന്നിരിക്കട്ടെ, ഒന്നിച്ച് മദ്യപിച്ച് നടക്കേണ്ടവളാണോ? ഭർത്താവ് തമ്മാടിയാണെന്നിരിക്കട്ടെ, നമ്മളും തമ്മാടിയാവേണ്ടതാണോ? അല്ല. ആ യാത്രയിൽ രണ്ടുപേരുടെയും കരങ്ങൾ കൂട്ടി യോജിപ്പിച്ചിട്ട് ആ ഒരു മുഹൂർത്തത്തിൽ ഇവരെ ഒന്നായല്ലോ, അന്നു മുതൽ അവരുടെയും യാത്ര തുടങ്ങുകയാണ്. ജീവിതയാത്ര, പുതിയൊരു യാത്ര. അതുവരെ ഈ ചെറുക്കൻ സ്വന്തമായിട്ടൊരു യാത്ര ചെയ്തു, ആ സ്ത്രീയും സ്വന്തമായിട്ടൊരു യാത്ര ചെയ്തു. രണ്ടുപേരും രണ്ട് വഴിയിൽ നിന്ന് ഒരു സ്ഥലത്തേക്ക് ഒത്തുചേർന്നു. രണ്ടാൾക്കാരും രണ്ട് വീട്ടിലാണ്. ആ രണ്ട് വീട്ടിലുള്ള ആ സ്ത്രീയും പുരുഷനും ഓരോ വഴിയിലൂടെ അവരുടേതായ സ്വന്തം ഇഷ്ടപ്രകാരമാണ് ഇത്രയും കാലം യാത്ര ചെയ്തത്. എന്നുവെച്ചാൽ അങ്ങനെയാണ് ജീവിച്ചത്. അങ്ങനെ ഒരു സ്ഥലത്ത് വെച്ച് ഇവർ വീണ്ടും കണ്ടുപിടുന്നു. രണ്ടാളും കൂടി ഒരു വഴിയിൽ വെച്ച് കൂടിച്ചേരുന്നു. അതാണ് വിവാഹം. അവിടുന്ന് അവർ രണ്ടാൾ കൈ കോർത്ത് പിടിച്ചിട്ട് പിന്നീട് ഉള്ള യാത്ര അവരൊന്നിച്ചാണ്. ഈ യാത്രയിൽ ഒരാൾക്കൊരു ബുദ്ധിമുട്ട് വന്നു കഴിഞ്ഞാൽ മറ്റേ ആൾക്ക് അതിനെ തരണം ചെയ്യാൻ, അതിന് സഹായിക്കാൻ, അതിന് ശുശ്രൂഷിക്കാൻ പറ്റണം. അതല്ലാതെ രണ്ടാൾ പോയി കുഴിയിൽ ചാടരുത്. ഒരാൾക്ക് മാനസികമായി പ്രശ്നം വന്നാൽ അതിന് ഫലം കൊടുക്കേണ്ടത് മറ്റാളാണ്. അതാണ് ജീവിതം. അങ്ങനെയാണെങ്കിൽ മാത്രമേ നമ്മുടെ ജീവിതം വിജയിക്കുകയുള്ളൂ. ഇവിടെ ഭർത്താവ് മദ്യപിച്ച് കൂത്താടി നടക്കുകയാണെങ്കിൽ സ്നേഹരൂപേണ, അത് തന്ത്രരൂപം, ആ മദ്യപാനത്തിൽ നിന്നും അവരെ ഒഴിവാക്കി കൊണ്ടുവരാൻ ആ സ്ത്രീക്ക് കഴിയും. അതിന് കുറേ ചെപ്പട വിദ്യകളുണ്ട്. കാരണം നിരവധി ആൾക്കാർ, ഇത്തരത്തിലുള്ള ഭർത്താക്കന്മാരുള്ള ആൾക്കാർ ഞങ്ങളുടെ അരികിലേക്ക് വരികയും അതിന് പ്രത്യേക ഒരു കൗൺസിലിംഗ് ഉണ്ട്. ആ കൗൺസിലിങ്ങിലൂടെ ആ പെൺകുട്ടിയുടെ കഴിവുകൊണ്ട് തന്നെ ആ ഭർത്താവിൻ്റെ സ്വഭാവ ദൂഷ്യങ്ങളെ ഇല്ലാതാക്കാൻ പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ പരസ്ത്രീ ബന്ധത്തിൽ പോകുന്ന ആൾക്കാർ, ഈ പരസ്ത്രീ ബന്ധത്തിൽ പോകുന്നുണ്ടെങ്കിലും അതിനെയും തന്ത്രപൂർവ്വം ഈ പെൺകുട്ടിക്ക് മാറ്റിയെടുക്കാൻ പറ്റും. പക്ഷെ ഇവിടെയൊക്കെ എന്താ വേണ്ടതെന്നറിയോ? ഇവിടെ ഈ വസിഷ്ഠൻ പറഞ്ഞതുപോലെ സ്നേഹത്തോടുകൂടി വേണം, അവരുടെ മനസ്സിനെ ആനന്ദിപ്പിച്ചും കൊണ്ട് വേണം കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി. വനത്തിലൂടെ പോകുന്ന അവസരത്തിൽ കാനന യാത്രയിൽ ഒരുപാട് പ്രതിസന്ധികളെ തരണം ചെയ്യേണ്ടതായിട്ട് വരും. ആ പ്രതിസന്ധികളെ തരണം ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് ഒന്നിച്ചുള്ള ആ ഭർത്താവിനോ ഭാര്യയൊക്കെ പരസ്പരം സഹായിച്ചാൽ മാത്രമേ കഴിയൂ. അതുതന്നെയാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മൾക്ക് മുന്നോട്ട് പോകണമെങ്കിൽ ഒരുപാട് പ്രതിസന്ധികളെ തരണം ചെയ്യേണ്ടതായിട്ടുണ്ട് എന്നർത്ഥം. അത് സ്ത്രീക്കാവട്ടെ, സ്ത്രീക്ക് പലതരത്തിലുള്ള ബുദ്ധിമുട്ടുണ്ടാവും. അല്ലെങ്കിൽ സ്ത്രീ വഴിതെറ്റി പോകുന്നു, വേറൊരു പുരുഷൻ്റെ അരികിലേക്ക് പോകുന്നു. ഇതിന് കാരണം അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഉടനെ അവളെ എടുത്തിട്ട് അടിക്കുകയോ അവളെ ഡൈവേഴ്സ് ചെയ്യുകയോ അല്ല ചെയ്യേണ്ടത്. അത് സ്നേഹപൂർവ്വം അവൾക്ക് കൊടുക്കേണ്ട പരിഗണന അവൾക്ക് കിട്ടുന്നില്ല എന്ന് തോന്നുമ്പോഴാണ് ഇതിനേക്കാൾ കൂടുതൽ പരിഗണന എനിക്ക് അവിടെ നിന്ന് കിട്ടും, ഇവിടത്തെക്കാൾ കൂടുതൽ സ്നേഹം എനിക്ക് അവിടെ നിന്ന് കിട്ടും എന്നുള്ള ഒരു ആർത്തി അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു ദുഷിച്ച ചിന്തയാണ് അവരങ്ങോട്ടേക്ക് പോകാൻ കാരണമായിട്ടുണ്ടാവുക. ചില സ്ഥലത്ത് അങ്ങനെ ആവണമെന്നില്ല. കാരണം ഭർത്താവിൻ്റെ കൊടിയ പീഡനവും അതുപോലെ തന്നെ ഭർത്താവിൻ്റെ ദുഷിച്ച വാക്കുകളും കൊണ്ടും ചില ആൾക്കാർ വഴിതെറ്റി പോകാറുണ്ട് അവിടെ നിന്ന്. എന്നാൽ ബഹുഭൂരിപക്ഷം ആൾക്കാർ അങ്ങനെയല്ല പോകുന്നത്. കാരണം ഭർത്താവിൽ നിന്നും എനിക്ക് കിട്ടുന്ന സുഖം പോരാ എന്ന് തോന്നിക്കൊണ്ടാണ് മറ്റുള്ളവർ പോകുന്നത്. അപ്പോൾ ഇവിടെയും നമ്മൾ ചിന്തിക്കേണ്ടത്, ഒന്നായി കഴിഞ്ഞാൽ പരസ്പരം എൻ്റെ സുഖം മാത്രമല്ല, എനിക്ക് കിട്ടുന്ന എല്ലാ സുഖങ്ങളും അവൾക്കും കൂടി കിട്ടണം, എനിക്ക് കിട്ടുന്ന എല്ലാ സുഖങ്ങളും എൻ്റെ ഭർത്താവിനും കിട്ടണം എന്നുള്ള ചിന്തയോടുകൂടി ആ ഉള്ള സുഖത്തെ അവർ രണ്ടുപേരും കൂടി ഒന്നിച്ച് ആനന്ദത്തോടു കൂടി മുന്നോട്ട് പോകാൻ കഴിയണം. അതാണ് യഥാർത്ഥത്തിൽ നമ്മളും വനയാത്രയിലാണ്. നമ്മളെല്ലാവരും വിവാഹം കഴിച്ചവരെല്ലാവരും ഓരോ വനയാത്രയിലാണ് ഉള്ളത്. അല്ലാത്ത ആൾക്കാരും അതെ, ജീവിതമാകുന്ന യാത്രയിൽ. ആ യാത്രയിലുള്ള പ്രതിസന്ധികളെ തരണം ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് വേണം? കൃത്യമായിട്ട് പരസ്പരം സഹായിക്കണം. അത് മനസ്സിലാക്കണം ഓരോ സ്ഥലത്തും. അപ്പോൾ ഭർത്താവ് കുറച്ച് ദൂരത്തായിട്ടാണ് ജീവിക്കുന്നതെങ്കിൽ അതിൽ നിന്ന് 10 രൂപ മിച്ചം വെക്കാൻ ആ ഭാര്യയ്ക്ക് കഴിയണം. അങ്ങനെ മിച്ചം വെച്ച് അവരുടെ ചെറിയ സമ്പാദ്യം കൊണ്ട് ആ വീടിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. ചില സ്ഥലത്ത് ഭാര്യയും ഭർത്താവും ഒന്നിച്ച് ദൂരത്തടിച്ച് ജീവിക്കുകയാണെങ്കിലോ ആ കുടുംബം എപ്പോഴും വാടക വീട്ടിലും ഒക്കെ കഴിഞ്ഞ് അവസാനം രോഗമോ ദുരിതമോ വരുമ്പോൾ കടം വാങ്ങിച്ച് പട്ടിണി കിടക്കേണ്ടി വരും, അല്ലെങ്കിൽ ചിലപ്പോൾ ആത്മഹത്യയിലേക്ക് എത്തും. ഇതൊക്കെ നമ്മൾ ചിന്തിക്കേണ്ടത് എന്താണ്? ഒരു കുടുംബത്തിൽ പരസ്പരം രമിപ്പിച്ചും കൊണ്ട് പോകാൻ ഭാര്യയും ഭർത്താവും തയ്യാറാകണം. എന്നാൽ എത്ര വലിയ വനത്തിലൂടെ അല്ലെങ്കിൽ എത്ര വലിയ പ്രശ്നങ്ങളെയും നമുക്ക് അതിജീവിക്കാൻ കഴിയും. അതിന് സ്നേഹമാണ് ഏറ്റവും പ്രധാനം. ആ സ്നേഹത്തോടു കൂടി മാത്രമേ എന്തെങ്കിലും ചെയ്യാൻ പറ്റുകയുള്ളൂ എന്നുകൂടി നമ്മൾ മനസ്സിലാക്കാം. ഇവിടെ വസിഷ്ഠനും അതാണ് പറയുന്നത്. സീതാദേവിയോട് പറയുകയാണ്, കാനനത്തിലൂടെ നടക്കുമ്പോൾ പലതരത്തിലുള്ള പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഉണ്ടാകുമ്പോൾ ആ അവസരത്തിൽ നീ ഐശ്വര്യത്തോടു കൂടി, ഐശ്വര്യം എന്ന് പറയുമ്പോൾ മനസ്സിലാക്കാൻ എല്ലാ
ഭാര്യയിലുണ്ട്. സൗന്ദര്യം, പിന്നെ സ്വഭാവം, അതുപോലെ തന്നെ ശ്രേഷ്ഠത, ഇതെല്ലാം ആ ഇതിലടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നീ എന്ത് വേണം, ആ തരത്തിൽ ഭർത്താവിൻ്റെ അരികിൽ നിൽക്കുകയാണെങ്കിൽ ആ ഭർത്താവിനെ സന്തോഷിപ്പിച്ചുകൊണ്ട്, എന്ത് പ്രശ്നമെന്ന് പറയുമ്പോൾ ഭർത്താവ് ജോലിയും കഴിഞ്ഞ് വരികയാണ്, ജോലിയും കഴിഞ്ഞ് വരുന്ന സമയത്ത് അവരുടെ കുത്തുവാക്കുകളെല്ലാം പറയുന്നുണ്ട്, അവരെ സന്തോഷിപ്പിച്ചുകൊണ്ട് ഇതാകണം. അപ്പോൾ അവർക്ക് എന്ത് ചെയ്യും, ഈ പ്രശ്നങ്ങളൊന്നും ഒരു പ്രശ്നമല്ല തോന്നും. അപ്പോൾ ഭർത്താവിനെ എപ്പോഴും സന്തോഷിപ്പിക്കാൻ ഭാര്യയെ എപ്പോഴും സന്തോഷിപ്പിക്കാൻ ഭർത്താവിനും കഴിയണം. ഭർത്താവ് തളർന്നു വരുമ്പോൾ ആ ഭർത്താവിന് വേണ്ടുന്ന ആശ്വാസം അത് ഭാര്യയാണ് കൊടുക്കേണ്ടത്. ഭാര്യ വീട്ടുപണി കഴിഞ്ഞ്, കാരണം രാവിലെ ഭർത്താവ് ഉണരുന്നതിന് മുന്നേ തന്നെ ഭാര്യ ഉണർന്ന് ജോലി ചെയ്യുന്നുണ്ട്. ഭർത്താവ് കിടക്കുന്നതിന് ശേഷമാണ് ഭാര്യ കിടക്കാൻ വേണ്ടി വരുന്നത്. അങ്ങനെയുള്ള ഭാര്യയ്ക്ക് നല്ല നല്ല വാക്കുകൾ കൊണ്ട് അവളെ അഭിനന്ദിച്ച് അവളെയും സന്തോഷിപ്പിക്കാൻ ഭർത്താവും തയ്യാറാവുകയാണെങ്കിൽ ആ കുടുംബ സ്വർഗ്ഗ തുല്യമായി തീരും. ഇതൊക്കെ നമുക്ക് രാമായണത്തിലൂടെ പറഞ്ഞു തരുന്നതാണ്. അതല്ലാതെ രാമായണം വെറുതെ വായിച്ചു പോയിട്ട് ഒരു കാര്യവുമില്ല എന്ന് നമ്മൾ മനസ്സിലാക്കുക. എന്നിട്ട് ഇവിടെ പറയുന്നത് എന്താണെന്നറിയോ, ഇത്തം വസിഷ്ഠോക്തി കേട്ടു ദശരഥൻ നത്വാ സുമിന്ദ്രരോടേവമരുൾ ചെയ്തു. രാജയോഗ്യം രഥമാശു വരുത്തുക, രാജീവനേത്രപ്രയാണായ സത്വരം. ഇത് പറയാണ്, വസിഷ്ഠനും ഇത് പറഞ്ഞപ്പോൾ നമ്മുടെ ദശരഥന് ഒരുപാട് ആശ്വാസമായി. കാരണം നല്ലൊരു ഉപദേശം കൊടുത്തു, കൈകൈക്കൊരു തട്ടും കൊടുത്തു. എന്നിട്ട് ആ ഒരു സന്തോഷത്തിൽ മനസ്സിലൊരു അല്പൊരു ആശ്വാസം വന്നു. അപ്പോഴാണ് ദശരഥൻ വാക്ക് പാലിക്കണ്ടേ, വാക്ക് പാലിച്ചിട്ടെങ്കിലോ എന്താ ചെയ്യുക. അപ്പോൾ കരഞ്ഞ് കലങ്ങിയ മുഖമാണ്, ഭക്ഷണം കഴിച്ചിട്ടില്ല, ആകെ അവശനാണ്. എന്നാലും മനസ്സ് തളർന്നു കിടക്കുന്ന ആ വൃദ്ധനായ ദശരഥൻ സുമിന്ദ്രരോട് പറയുകയാണ്, ഏറ്റവും നല്ല രഥം കൊണ്ടുവരൂ ശ്രീരാമനെ പോകാൻ വേണ്ടിയിട്ട്. ഇത് പറയാതിരിക്കാൻ കഴിയില്ല, കാരണം അനുവാദത്തിന് വേണ്ടി ഇവരെല്ലാവരും കാത്തു നിൽക്കാൻ, പറയാതിരിക്കാനും പറ്റില്ല. അപ്പോൾ സത്യവിരോധം ഒരു വാക്ക് കൊടുത്തുപോയി, എന്താ ചെയ്യുക, വേറെ രക്ഷയില്ല. മനസ്സിലിങ്ങനെ ഓരോ തവണയും ഉരുവിടുകയാണ്. കാരണം ഞാൻ പറഞ്ഞു പോയല്ലോ, എൻ്റെ ഒരു ദുഷിച്ച ആ വാക്കുകൾ മുമ്പും നോക്കാതെ വാക്ക് കൊടുത്തുപോയി. നമ്മളൊക്കെ അങ്ങനെ പറയാതെ ഒരിക്കലും പറയാൻ പാടില്ല. കാരണം എന്താണ് കാര്യം എന്ന് അറിഞ്ഞാൽ മാത്രമേ നമ്മൾ ഒരിക്കലും സത്യം ചെയ്ത് പറയാവൂ, വാക്ക് കൊടുക്കാവൂ. ഒരാൾ നമ്മളോട് ഒരു സഹായം ചോദിച്ചു വരുമ്പോൾ സഹായം എന്താണ് വേണ്ടതെന്ന് ചോദിച്ച് മനസ്സിലാക്കിയിട്ട് എനിക്കത് കൊടുക്കാൻ പറ്റുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ വാക്ക് കൊടുക്കാവൂ. അത് ദശരഥനിലൂടെ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. അതുമാത്രമല്ല, വെറുതെ ഒരാൾ അന്ന് 2 വരം ഈ കൈകേയിക്ക് കൊടുക്കാമെന്ന് പറഞ്ഞു, അന്നേ ഈ വരം കൊടുത്തിരുന്നെങ്കിൽ ഇന്ന് ഈ ദുരിതം അനുഭവിക്കേണ്ടി വരില്ലായിരുന്നു. നമുക്കിന്ന് കുടുംബത്തിൽ കാണുന്ന കാഴ്ചയാണത്. കല്യാണം കഴിക്കുന്നതിന് മുമ്പായിരിക്കും ഈ ഭർത്താവ് പറഞ്ഞിട്ടുണ്ടാവുക. എന്താണ് പറഞ്ഞിട്ടുണ്ടാവുക, നമ്മൾക്ക് കല്യാണം കഴിഞ്ഞാൽ നിന്നെ ഞാൻ ബോംബെ കാണിക്കാം, ഡൽഹി കാണിക്കാം, അല്ലെങ്കിൽ താജ്മഹൽ കാണിക്കാം, നിന്നെ ഭൂലോകം മുഴുവൻ ഞാൻ ചുറ്റിക്കൊണ്ടുപോയി കാണിക്കും എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ എങ്ങനെയൊക്കെ ഇവർ ആ പ്രേമിച്ച് നടക്കുന്ന സമയത്ത് പറഞ്ഞു, അല്ലെങ്കിൽ കല്യാണം കഴിക്കുന്നതിന് മുമ്പ് പലതും പറഞ്ഞു. കല്യാണം കഴിച്ച സമയത്ത് പലതര പ്രശ്നങ്ങളൊക്കെ വന്നു. അങ്ങനെ ജീവിതം ഒരു സ്ഥലത്ത് കുട്ടികളുണ്ടായി, കുട്ടികളും കഴിഞ്ഞ് കുറച്ചും കൂടി ഇതായി പ്രായമായി, കുട്ടികളൊക്കെ വിവാഹം കഴിച്ചു. അപ്പോൾ ഈ സ്ത്രീക്ക് വയസ്സ് 65, ഭർത്താവിന് വയസ്സ് 75. എന്നല്ല പറയുന്നത്, നിങ്ങൾ പണ്ട് എന്നോട് പറഞ്ഞിട്ടില്ലേ എന്നെ ഡൽഹി കാണിക്കാം, ബോംബെ കാണിക്കാം, ഭൂലോകം മുഴുവൻ ചുറ്റിക്കാണിക്കാം എന്നൊക്കെ പറഞ്ഞിട്ടില്ലേ, എനിക്കത് ഇപ്പം പോകണം. നിങ്ങൾ ഇത്രയും കാലമായിട്ട് എന്നെ കൊണ്ടുപോയോ, ഞാൻ ഇത്രയും കാലമായിട്ട് നിങ്ങളോട് പറഞ്ഞോ, അതുകൊണ്ട് എന്നെ ഇപ്പം നിങ്ങൾ കൊണ്ടുപോകണമെന്ന് പറയുന്നത് പോലെയാണ് ഇവിടെ കൈകേയി ആ 2 വരം ചോദിച്ചിട്ടുള്ളത്. അതിന് കാരണം എന്താണ്, അന്ന് കൊടുത്ത വാക്ക്. അപ്പോൾ ഇവിടെ ദശരഥൻ പറയണം, അന്ന് ഞാൻ ആ വാക്ക് കൊടുത്തിട്ട് അന്നേരം തന്നെ അത് അവർക്ക് വേണ്ടാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പം പിന്നെ തരില്ലേ, വേണമെങ്കിൽ ഇപ്പോൾ ചോദിച്ചോളണം എന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഈ പ്രശ്നമൊന്നും ഉണ്ടാകില്ലായിരുന്നു. എൻ്റെ ബുദ്ധിമോശം കൊണ്ടാണ് ഞാനത് പിന്നെ തരാം, എപ്പോഴും വേണമെങ്കിൽ ചോദിച്ചോളൂ എന്ന് പറഞ്ഞത്. അത് എൻ്റെ ബുദ്ധിമോശമാണ്. അങ്ങനെ ഒരാളും ഒരു കുടുംബത്തിലും, അതൊരു കുടുംബത്തിന് വെളിയിലും ഇങ്ങനെ വാക്ക് കൊടുക്കരുത് എന്ന് ദശരഥനും ഇവിടെ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. ഇതെന്താ പറയുന്നത്, രാജയോഗ്യം രഥമാശു വരുത്തുക, രാജീവനേത്രപ്രയാണായ സത്വരം, ഇത്തമുക്ത്വാ രാമഭക്ത്രാംബുജം പാർത്തു പുത്ര ഹാ രാമ സൗമിത്രേ ജനഗജേ. രാമ രാമ ത്രിലോകാഭിരാമാംഗ, ഹാഹാ മമ പ്രാണസമാനാ മനോഹര. ദുഃഖിച്ചു ഭൂമിയിൽ വീണു ദശരഥൻ,
കാമ്പൊഴിഞ്ഞു കരയുന്നതു നേരം തേരുമൊരുമിച്ചു നിർത്തി സുമന്ത്രരും ശ്രീരാമദേവനും അപ്പോൾ അരുൾ ചെയ്തു, തേരിൽ കരേറുക സീതേവിരേവിൽ നീ, നേരമിനി കളഞ്ഞിടരുതേതുമേ. സുന്ദരീ വന്നിച്ചു തേരിൽ കരേറിനാൾ, ഇന്ദിരാവല്ലഭനാകിയ രാമനും മാനസേ ഖേദം കളഞ്ഞു ജനകനെ, വീണു വണങ്ങി പ്രദക്ഷിണവും ചെയ്തു. താണു തൊഴുതുടൻ തേരിൽ കരേറിനാൻ, ബാണചാപാസി തുണീരാദികളെല്ലാം കൈകൊണ്ടു വന്നിച്ചു താനും കരേറിനാൻ. ലക്ഷ്മണൻ അപ്പോൾ സുമിന്ദ്രരുമാകുലാൽ, ദുഃഖേന തേർന്നടത്തിടിനാൻ ഭൂവനും, നിൽക്ക നിൽക്കെന്നു ചൊന്നാൻ രഘുനാഥനും. ഗച്ഛ ഗച്ഛേതി വേഗാലരുൾ ചെയ്തിതു, നിശ്ചലമായതു ലോകവും അന്നേരം. രാജീവലോചനൻ ദൂരെ മറഞ്ഞപ്പോൾ, രാജാവു മോഹിച്ചു വീണിതു പൂതലേ. സ്ത്രീവാല വൃദ്ധാവതിപുരവാസികൾ താപം മുഴുത്തു വിലപിച്ചു പിന്നാലെ. തിഷ്ട തിഷ്ട പ്രഭോ രാമദയാനിധേ, ദൃഷ്ടിക്കമൃതമായൊരു തിരുമേനി, കാണായിലെങ്ങനെ ഞങ്ങൾ പൊറുക്കുന്നു, പ്രാണനോ പോയിതല്ലോ വിധി ദൈവമേ. ഇത്തരം ചൊല്ലി പ്രലേപിച്ചു സർവരും സത്വരം തേരിൻ പിറകെ നടകൊണ്ടാർ. മന്നവൻ താനും ചിരം പ്രലേപിച്ചതാ ചൊന്നാൻ പരിചാരകന്മാരോടാകുലാൽ. എന്നെ എടുത്തിനി കൊണ്ടുപോയി ശ്രീരാമൻ തന്നെ മാതൃഗേഹത്തിങ്കലാക്കുവിൻ. രാമനെ വേറിട്ടു ജീവിച്ചു ഞാനിനി ഭൂമിയിൽ വാഴുന്നതില്ലെന്നു നിർണയം. എന്നതു കേട്ടൊരു ഭൃത്യജനങ്ങളും മനവൻ തന്നെ എടുത്തു കൗസല്യതൻ മന്ദിരത്തിങ്കലാക്കിയിടിനാരന്നേരം. വന്നൊരു ദുഃഖേന മോഹിച്ചു വീണിതു. നോക്കൂ, ഇവിടെ ഉടൻ തന്നെ ദശരഥൻ പറഞ്ഞെന്താ, രഥം കൊണ്ടുവരാൻ പറഞ്ഞു. സുമീന്ദ്രര് ഉടൻ തന്നെ രഥം കൊണ്ടുവന്നു. പോകാൻ തയ്യാറായി. അച്ഛൻ്റെ വാക്ക് ഓക്കെയായി. ഇനി മുന്നോട്ട് പോകണം. ഈ മുന്നോട്ട് പോകാൻ വേണ്ടി തയ്യാറെടുക്കുമ്പോഴാണ് അവിടെ സീതാദേവി ആദ്യം ഈ ദശരഥനെയും അവരെയൊക്കെ തൊഴുതു മുന്നോട്ട് പോകുമ്പോൾ ശ്രീരാം പറയാണ്, വരൂ സീതയെ നമുക്ക് പോകാം എന്ന് പറയുന്നു. ഈ സമയത്ത് ദുഃഖം അടക്കാൻ കഴിയാതെ വിങ്ങിപ്പൊട്ടിക്കൊണ്ട് ആ രാമൻ്റെ മുഖത്ത് നോക്കിക്കൊണ്ട് തേങ്ങലോടുകൂടി വളരെ വിങ്ങിപ്പൊട്ടിക്കൊണ്ട് വളരെ ദയനീയമായിട്ട് ഈ ദശരഥൻ കരയുകയാണ്, വിളിക്കുകയാണ്. കാരണം ഒരു നിമിഷം, ഒരു സെക്കൻഡ് പോലും പിരിഞ്ഞിരിക്കാൻ പറ്റാത്ത തൻ്റെ മകനെ എന്നേക്കുമായി പിരിയേണ്ടി വരുന്ന ഒരു നിമിഷം. നമ്മൾക്കറിയാം, നമ്മൾക്ക് വളരെ പ്രിയപ്പെട്ട ഒരാൾ മരിച്ചുപോയി. ആ മരിക്കുന്നതിന് മുമ്പ് വരെ നമുക്കറിയുന്നില്ല ഇവർ ഇപ്പോൾ മരിക്കുമെന്ന് നമുക്കറിയില്ല. പെട്ടെന്നുള്ളൊരു ഷോക്കായിട്ട് അത് മരിക്കുന്നു, നമ്മൾ ആ ദുഃഖപ്പെടുകയാവുന്നു. എന്നാൽ ഏത് നിമിഷവും വളരെ വേണ്ടപ്പെട്ട ഒരാൾ മരിക്കും എന്നുള്ളൊരു ഘട്ടം എത്തുമ്പോൾ ആ മനസ്സിൻ്റെ ഉള്ളിലുള്ളൊരു നീറ്റൽ എന്താണ്? ഇതും അതുപോലെ തന്നെ അത്ര കണ്ട് അറ്റാച്ച്മെൻ്റാണ്. കണ്ണുനീര് വാർത്തുകൊണ്ട് ആ മുഖത്ത് നോക്കിക്കൊണ്ട് പറയുകയാണ്, രാമ, ലക്ഷ്മണ, ജനകെ, എന്നോട് പൊറുക്കണം എന്ന വിധത്തിൽ. ഇതറിയാതെ പറ്റിപ്പോയതാണ്,
ഞാൻ കാരണം നിങ്ങൾക്ക് ഈ ദുർഗതി വന്നല്ലോ എന്നുള്ള ചിന്തയോടുകൂടിയാണ് ഈ അച്ഛൻ ഇങ്ങനെ കരയുന്നത്. പിന്നെയും പിന്നെയും അത് വാവിട്ട് നിലവിളിച്ചുകൊണ്ട് കരയുകയാണ്. എൻ്റെ പ്രാണസമാന എന്നാണ് രാമനെ വിളിക്കുന്നത്. കാരണം പ്രാണൻ പറഞ്ഞത് പോകുന്നത് പോലെയാണ് എന്നർത്ഥം. ഈ അവസരത്തിൽ അദ്ദേഹം ദുഃഖിച്ച് ഭൂമിയിൽ വീണു പോകുന്നു. അദ്ദേഹം ഇങ്ങനെ കൈ ഉയർത്തി ഈ രാമനെ പിടിക്കാൻ വേണ്ടി ഇങ്ങനെ ഉയർന്നിരുന്ന് നടക്കാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ എഴുന്നേറ്റ് നിൽക്കാൻ പറ്റാതെ വീണ്ടും അവിടെ ഭൂമിയിലേക്ക് തളർന്നു വീഴുന്നൊരു കാഴ്ച കാണുന്ന ആൾക്കാരെ ഏവരെയും കണ്ണീരണിയിക്കുന്നൊരു കാഴ്ച. മകൻ്റെ അരികിലേക്ക് പോകാൻ പറ്റുന്നില്ല, കാരണം മകൻ മുന്നോട്ട് നടക്കുന്നത്, അല്ലെങ്കിൽ കുറച്ച് ദൂരെ ആയില്ലെങ്കിൽ ആ മകനെ എത്തിപ്പിടിക്കാൻ പോലും പറ്റുന്നില്ല, കാരണം തളർന്നു പോകുന്നു, മനസ്സ് തളർന്നു, ശരീരവും തളർന്നു. ഉടനെ ശ്രീരാമചന്ദ്രൻ അച്ഛനെയും മറ്റുള്ളവരെയൊക്കെ പ്രദക്ഷിണം വെച്ച് നമസ്കരിച്ചു. സീതയെ വിളിച്ചു വരും, പോകാം. അവർ മുന്നോട്ട് നടക്കുന്നു. ദുഃഖം താങ്ങാൻ പറ്റാതെ പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഭൂമിയിൽ കിടന്നുരുളുകയാണ് നമ്മുടെ ദശരഥൻ. ആ മണ്ണിൽ കൊച്ചു കുട്ടികൾ കിടന്നുരുളുന്നത് പോലെ ആ വീണ് കിടന്നുരുളുന്നു. സീതയോട് പറയുന്നത്, തേരിൽ കയറും, ഇനി താമസിച്ചൂടാ. കാരണം എന്താ? അച്ഛൻ്റെ ദുഃഖം കാണാൻ കഴിയുന്നില്ല, പ്രജകളുടെ ദുഃഖം കാണാൻ കഴിയുന്നില്ല. എത്ര സമയമായി ദുഃഖവും കണ്ടുകൊണ്ട് നിൽക്കുക. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഈ ദുഃഖത്തിൽ നിന്ന് അകന്ന് നിൽക്കണം, കാണാൻ കഴിയുന്നില്ല. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് തേരിൽ കയറാൻ പറയുന്നു. സീതയെ തേരിൽ കയറ്റി. ഈ പറയുന്ന രാമനും അവിടെ എല്ലാവരും തൊഴുത് തേരിൽ കയറി. ലക്ഷ്മണൻ ബാണങ്ങളും ആവനഴിയും അസ്ത്രങ്ങളും വാളും ആയുധവും എല്ലാം എടുത്തുകൊണ്ട് ലക്ഷ്മണനും ഈ ഇതിൽ കയറുന്നു. എന്നിട്ട് ആ അവസരത്തിൽ സുമേന്ദ്രരി ഈ തേര് നടത്തിച്ചു കൊണ്ടുപോവാണ്. അവിടുന്ന് പെട്ടെന്ന് പോകാൻ പറ്റാത്തതുകൊണ്ട് അവിടുന്ന് കുതിരയെ വലിച്ചുകൊണ്ട് മുന്നോട്ടേക്ക് നടന്നു പോകുന്നു. ഈ അവസരത്തിൽ അച്ഛനായിട്ടുള്ള ദശരഥൻ അവിടെ നിന്ന് നിലവിളിച്ചുകൊണ്ട് പറയുന്നു, നിൽക്കൂ നിൽക്കൂ, എനിക്ക് ഒരു നിമിഷം കൂടി കാണണം, നിൽക്കൂ നിൽക്കൂ എന്ന് പറയുന്നു. പക്ഷേ ഈ ദുഃഖം കാണാൻ പറ്റാത്തൊരു കാരണം കൊണ്ട് തന്നെ ശ്രീരാമൻ പറയുന്നു, വിട്ടോളൂ വിട്ടോളൂ, പെട്ടെന്ന് പോകൂ എന്ന് പറയുന്നത്. കാരണം ഇനിയും അവിടെ നിൽക്കുമ്പോൾ ആ ദുഃഖക്കടലിൽ പൊട്ടി ഒഴുകുന്ന കാഴ്ച ശ്രീരാമനും ചിലപ്പോൾ പൊട്ടിക്കരഞ്ഞേക്കാം. ശ്രീരാമനും ദുഃഖം കടിച്ചമർത്തി പിടിച്ചിരിക്കുകയാണ്. അച്ഛൻ്റെ ദുഃഖം കാണുമ്പോൾ ചിലപ്പോൾ രാമനും പൊട്ടിക്കരഞ്ഞേക്കാം. അപ്പോൾ അവിടെ നടക്കുന്ന സംഭവങ്ങൾ മറ്റൊന്നായിരിക്കും. അതുകൊണ്ടാണ് ഉടൻ തന്നെ എത്രയും പെട്ടെന്ന് അങ്ങോട്ട് പോകൂ എന്ന് പറയുന്നു. അങ്ങനെ സുമേന്ദ്രർ ആ തേര് പിരിച്ചു കൊണ്ടുപോകുന്നു. ഈ അവസരത്തിൽ തളർന്ന അവശനായിട്ട് അവിടെ നമ്മുടെ ദശരഥനും അവിടെ വീഴുന്നു, തളർന്ന അവശനായിട്ട്. രാജീവലോചനൻ ദൂരെ മറഞ്ഞപ്പോൾ രാജാവ് മോഹിച്ചു വീണിതു ഭൂതലേ. സ്ത്രീ ബാലാവൃദ്ധാവധി പുരവാസികൾ താപം മുഴുത്തു വിലപിച്ചു പിന്നാലെ. എല്ലാവരും കരയാൻ തുടങ്ങി. അവിടെയുള്ള സ്ത്രീകളെല്ലാം ഈ കാഴ്ച കണ്ട് കരയുകയാണ്. അവിടെയുള്ള പൗരജനങ്ങളും കരയുകയാണ്. അങ്ങനെ ആ അന്തരീക്ഷം മുഴുവൻ തന്നെ ദുഃഖമയമാക്കിയിരിക്കുകയാണ്. ജീവിതത്തിൽ ആർക്കെങ്കിലും എപ്പോഴെങ്കിലും ഇങ്ങനൊരു സന്ദർഭം വന്നിട്ടുണ്ടോ എന്ന് നോക്കൂ. അതാണ് രാമായണത്തിലെ ഈ ഒരു ഭാഗം വളരെ ശ്രദ്ധേയമാണ്. എന്നാൽ ഇവിടെ നിൽക്കേണ്ട ഒരു കാഴ്ച, നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാഴ്ച എന്താ? സാക്ഷാൽ ശ്രീരാമചന്ദ്രന് പോലും ഇത്തരത്തിൽ ദുഃഖക്കടലുകളെ തരണം ചെയ്യേണ്ടതായി വന്നിട്ടുണ്ട്. ഇത്തരത്തിലുള്ള ദുഃഖക്കടലുകളെ തരണം ചെയ്യേണ്ടതായി വന്നിട്ടുണ്ട്. നമ്മൾക്ക് ചെറിയൊരു വിഷയം വരുമ്പോൾ നമ്മൾ ദൈവത്തിന് കുറ്റം പറയുന്നുണ്ട്. എന്നാലും ഭഗവാനെ, എനിക്ക് മാത്രം എന്താണ് ഈ ദോഷം മുഴുവൻ വന്നിട്ടുള്ളത്? ഞാൻ ഇതിന് മാത്രം എന്ത് പാപമാണ് ചെയ്തിട്ടുള്ളത്? എന്തൊക്കെ ദുരിതമാണ് ഞാൻ അനുഭവിക്കേണ്ടതായി വരുന്നതെന്നൊക്കെ നമ്മൾ പറയാറില്ലേ? എന്നാൽ സാക്ഷാൽ നാരായണൻ്റെ അവതാരമായ ശ്രീരാമചന്ദ്രനെ എന്തൊക്കെ ദുഃഖങ്ങളും എന്തൊക്കെ ദുരിതങ്ങളും തരണം ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. ജനിച്ച് വളർന്ന ആ വീട്ടിൽ നിന്നും ആട്ടിയോടിക്കപ്പെട്ടില്ലേ? 14 വർഷത്തേക്ക് ബന്ധുമിത്രാദികളെയും എല്ലാം ഉപേക്ഷിച്ച് കൊടും വനത്തിൽ കഴിയേണ്ടി വന്നില്ലേ? ആർക്കാ പറ്റിയിട്ടുള്ളത്? നമ്മൾ ചെറിയ ചെറിയ ദുഃഖം ഉണ്ടാകുമ്പോൾ നമ്മൾ ഇങ്ങനെ പറയുന്നു. പ്രാണന് തുല്യം സ്നേഹിക്കുന്ന പൗരജനങ്ങളെയും മന്ത്രിമാരെയും കളിക്കൂട്ടുകാരെയും അച്ഛനെയും അമ്മയെയും എല്ലാവരെയും വിട്ടകലുന്ന ഒരു സുപ്രഭാതത്തിൽ പട്ടുമെത്തയിൽ കിടന്നുറങ്ങുന്ന ശ്രീരാമൻ, സ്വർണ്ണത്തളികയിൽ ഭക്ഷണം കഴിക്കുന്ന ശ്രീരാമൻ, നല്ല നല്ല സർവാഭരണ വിഭൂഷിതനായിട്ട് വട്ടുവസ്ത്രങ്ങൾ ധരിച്ച് നടന്ന ശ്രീരാമൻ ഇനി കൊടുമ്പനത്തിൽ എങ്ങനെ കഴിയാൻ? ഒരു നിലത്ത് കിടന്നുറങ്ങണം.
ഇതൊക്കെ നമുക്ക് സാധ്യമായിട്ടുണ്ടോ? നമ്മളൊക്കെ ഇങ്ങനൊരു വിഷയം വരുമ്പോൾ, ചെറിയൊരു വിഷമം വരുമ്പോൾ നമ്മൾ ശ്രീരാമനെയും അല്ലെങ്കിൽ ഈ പറയുന്ന ദൈവങ്ങളെ കുറ്റം പറയും നമ്മൾ. ഇതിനെല്ലാം കാരണം അവനവൻ്റെ കർമ്മഫല. മനുഷ്യനായി ഭൂമിയിൽ പിറക്കുന്ന അവസരത്തിൽ മുൻ ജന്മത്തിൽ ചെയ്തു പോയിട്ടുള്ള കർമ്മങ്ങളുടെ ഫലം നമ്മൾ അനുഭവിച്ചേ പറ്റൂ. ഇവിടെ രാമൻ ഈ മനുഷ്യനായി ഇവിടെ പറഞ്ഞിരിക്കുക. രാമൻ മനുഷ്യനായി പിറക്കുന്ന അവസരത്തിൽ മനുഷ്യ സഹജമായ ഒരുപാട് ദുഃഖങ്ങളെയും ദുരിതങ്ങളെയും തരണം ചെയ്യണം. അമാനുഷികനല്ല, സാധാരണ മനുഷ്യനായിട്ടാണ് ജനിച്ചിട്ടുള്ളത്. അത് നമ്മൾക്ക് പറഞ്ഞു തരികയാണ്, നമ്മുടെ ജീവിതത്തിൽ പറഞ്ഞു തരികയാണ്, വഴികാട്ടിയായി നിന്നുകൊണ്ട് പറയുകയാണ്, നിങ്ങൾക്കും ജീവിതത്തിൽ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ വരുമ്പോൾ നിങ്ങൾ അതിനെ എങ്ങനെയാണ് തരണം ചെയ്യേണ്ടത്. ഭഗവാൻ തന്നെ നമുക്ക് മുന്നിൽ നടന്നിരിക്കുകയാണ്. നമ്മൾ പല ആൾക്കാരും വലിയ ലീഡർമാരായിട്ട് അത് ചെയ്യൂ, ഇത് ചെയ്യൂ, അങ്ങനെ ചെയ്യാൻ പാടില്ല, ഇങ്ങനെ ചെയ്യാൻ പാടില്ല എന്നൊക്കെ നമ്മൾ പറയാറില്ലേ? ഒരാൾ പറയും, അത് ക്ലീൻ ചെയ്യുന്നിടത്ത് പോയിട്ട് പറയുന്നത് നിങ്ങൾ ഇങ്ങനെ ക്ലീൻ ചെയ്യൂ, അങ്ങനെ ക്ലീൻ ചെയ്തൊക്കെ നമ്മൾ പറഞ്ഞു കൊടുക്കും. എന്നാൽ ഇവിടെ അത് കാണിച്ചു കൊടുക്കുകയാണ്. തൂമ്പയെടുത്ത് കളച്ചിട്ട് അത് എങ്ങനെയാണ് കളക്കേണ്ടത്, ഞാൻ ചെയ്യും പോലെ ചെയ്യൂ എന്ന് പറഞ്ഞ് കാണിച്ചു കൊടുക്കുന്ന പോലെ. ഞാൻ അനുഭവിക്കുന്ന സ്ഥലത്ത് ഒരുപാട് ദുഃഖങ്ങളെയും ദുരിതങ്ങളെയും, വനത്തിലെ ഒരുപാട് ശത്രുക്കളെ നേരിടേണ്ടി വരുന്നുണ്ട്, പല പ്രതിസന്ധികൾ നേരിടേണ്ടി വരുന്നുണ്ട്. അപ്പോൾ ഓരോ പ്രശ്നങ്ങൾ വരുമ്പോൾ എങ്ങനെയാണ് ശ്രീരാമൻ അതിനെ തരണം ചെയ്തത്, അതുപോലെ നമ്മളുടെ പ്രശ്നങ്ങളെയും നമ്മൾ തരണം ചെയ്യണമെന്ന് നമുക്ക് പറഞ്ഞു തരികയാണ് രാമായണം. അപ്പോൾ അതിന് നമ്മുടെ മനസ്സിനെ പാകപ്പെടുത്തുകയാണ് രാമായണം. ദുഃഖങ്ങൾ വരുമ്പോഴും പ്രശ്നങ്ങൾ വരുമ്പോഴും അതിനെ നേരിടാനുള്ള മാനസികമായിട്ടൊരു പാകപ്പെടുത്തലാണ് രാമായണത്തിലൂടെ നമുക്ക് കിട്ടുന്നത്. അതുകൊണ്ടാണ് അതിൻ്റെ തത്വം മനസ്സിലാക്കണമെന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഇവർ മുന്നോട്ട് പോകുന്നു. ആ മുന്നോട്ട് പോകുന്ന അവസരത്തിൽ ക്ഷീണിതനായി താഴെ വീഴുകയാണ് ദശരഥൻ. ആ അവസരത്തിൽ ദശരഥൻ പറയുന്നത് എന്താ അറിയോ? ഈ ദശരഥൻ്റെ വീഴ്ച കാണുമ്പോൾ തന്നെ അവിടെ പൊട്ടിക്കരയുന്നുണ്ട് ജനങ്ങളും ഒക്കെ തന്നെ. ആ അവസരത്തിൽ ഈ ദശരഥൻ പറയാണ്, എന്നെ എത്രയും പെട്ടെന്ന് ഇവിടുന്ന് മാറ്റൂ. ഈ ദുഷ്ടയായിട്ടുള്ള കഠോരശീലയായിട്ടുള്ള നിശാചരിയായിട്ടുള്ള കൈകേയിയുടെ വസതിയിൽ ഇനി ഞാൻ നിൽക്കുന്നില്ല, എന്നെ എത്രയും പെട്ടെന്ന് രാമൻ്റെ മാതാവിൻ്റെ അരികിലേക്ക് കൊണ്ടുപോകൂ എന്ന് പറയുന്നു. അങ്ങനെ പൗരജനങ്ങളായ ആൾക്കാരും മന്ദപുരവാസികളെല്ലാം എടുത്ത് താങ്ങിയെടുത്ത് നേരെ കൗസല്യയുടെ ഗൃഹത്തിലേക്ക് കൊണ്ടുപോകുന്നു. അവിടെ എത്തിയ ഉടൻ തന്നെ ബോധരഹിതനായി വീഴുന്നു. കാരണം ഇനി കൗസല്യയെ അഭിമുഖീകരിക്കണം, മകനെ ആട്ടി ഓടിക്കാൻ കാരണം ഞാനാ. നമ്മൾ ഒന്നുകൂടി മനസ്സിലാക്കുക, നമ്മുടെ കുടുംബത്തിലും ഇത്തരത്തിൽ പല പ്രശ്നങ്ങളുണ്ടാവും. അച്ഛൻ മുഖാന്തരവും അമ്മ മുഖാന്തരവും മക്കൾ മുഖാന്തരവും ഒക്കെ പ്രശ്നങ്ങൾ വരും. ഈ പ്രശ്നങ്ങൾ വരുന്ന സമയത്ത് നമ്മൾ വെറുതെ വാവിട്ട് നിലവിളിക്കല്ല വേണ്ടത്. അത് പിന്നീട് ആ കുടുംബത്തിൽ ഒരാളുടെ മരണത്തിന് പോലും ഇടയാക്കും. അപ്പോൾ ആ പ്രശ്നത്തെ സമചിത്തതയോടെ കൂടി കൂട്ടമായിരുന്ന് നമ്മൾ പ്രശ്നങ്ങൾ പരിഹരിക്കണം. ഇങ്ങനെ ആകാതിരിക്കണമെങ്കിൽ നമ്മൾ കൂട്ടമായിരുന്നിട്ട്, ഞാൻ കാരണം മറ്റുള്ളവർക്കൊരു ബുദ്ധിമുട്ടുമുണ്ടാകില്ല, എൻ്റെ വാക്ക് കാരണം ഒരാൾക്കൊരു വിഷമം ഉണ്ടാവില്ല, എൻ്റെ പ്രവൃത്തിയും കാരണം ഒരാൾക്കൊരു പ്രശ്നങ്ങളും ഉണ്ടാകില്ല എന്നുള്ള ചിന്തയോടുകൂടി എല്ലാവരും കുടുംബത്തിൽ കൂട്ടമായി ഇരുന്ന് ചിന്തിച്ചിട്ട് ഏത് പ്രശ്നങ്ങളെയും തരണം ചെയ്യാൻ പാടില്ല. സ്വന്തം ഇഷ്ടപ്രകാരം ചെയ്യാൻ പാടില്ല. അങ്ങനെ സ്വന്തം ഇഷ്ടപ്രകാരം ചെയ്യുമ്പോൾ നമ്മുടെ സ്വാർത്ഥത ഉണ്ടാവും. എനിക്ക് വേണമെന്നില്ല. അങ്ങനെ എനിക്ക് കിട്ടണമെന്നുള്ള ഒരു വിഷയം പറഞ്ഞപ്പോൾ അത് സ്വന്തം ഇഷ്ടപ്രകാരം നടപ്പിലാക്കാൻ നോക്കിയത് കൊണ്ടാണ് കൈകേയി ഇപ്പോഴീ പ്രശ്നങ്ങളെല്ലാം അഭിമുഖീകരിക്കേണ്ടി വന്നത്. ഇനിയാണ് കൈകേയിക്ക് നിരവധി പ്രശ്നങ്ങൾ അതിജീവിക്കേണ്ടതായി വരുന്നത്. എല്ലാം നമ്മൾ പഠിക്കണം, മനസ്സിലാക്കണം. ഏതായാലും നമ്മൾ ഈ ഒരു കാര്യം മനസ്സിലാക്കുക. ഇപ്പോൾ രാമൻ വനത്തിലേക്ക് അങ്ങോട്ട് പോയി തുടങ്ങി. ആ കുതിരയെ നടത്തിച്ചു കൊണ്ടുപോകുന്നു. ഇവിടെ നോക്കുവാണെങ്കിൽ ദശരഥനെ ശ്രീരാമൻ്റെ മാതൃഗൃഹത്തിലേക്ക് കൊണ്ടുപോയി. ഏതായാലും ഇതിൻ്റെ അടുത്ത ഭാഗം നമുക്ക് അടുത്ത ദിവസം നോക്കാം. ഇതുവരെ നമ്മൾ വായിച്ച ഭാഗത്ത് അല്ലെങ്കിൽ പഠിച്ച ഭാഗത്ത് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ തൊട്ട് താഴെ കമൻറ്റ് എന്ന് എഴുതിയിട്ടുണ്ട് ഇംഗ്ലീഷിൽ. അവിടെ തൊട്ട് കൊടുത്താൽ നിങ്ങൾക്ക് എഴുതാനുള്ള സൗകര്യമുണ്ടോ. അവിടെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എഴുതാം, നിങ്ങളുടെ സംശയങ്ങൾ അവിടെ എഴുതാം. ഈ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾക്ക് അവിടെ എഴുതാം. അതുപോലെ തന്നെ തുടർന്നുള്ള എല്ലാ ഭാഗങ്ങളും നമുക്ക് കിട്ടാൻ ആഗ്രഹമുണ്ട്. രാമായണത്തിൻ്റെ സന്ദേശം പരമാവധി നമുക്ക് മനസ്സിലാക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ, ആധ്യാത്മികം സനാതനം എന്ന് പറയുന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ നോക്കൂ, തൊട്ട് താഴെ സബ്സ്ക്രൈബ് എന്ന് എഴുതിയിട്ടുണ്ടാകും. അത് ഇംഗ്ലീഷിലായിരിക്കും എഴുതിയിട്ടുണ്ടാവുക. അവിടെ നിന്ന് തൊട്ട് കൊടുക്കുക. ആ തൊടുന്ന അവസരത്തിൽ തന്നെ അവിടെ ഒരു മണിയുടെ ചിത്രം വരും, അതുകൂടി തൊട്ട് കൊടുക്കുക. അപ്പോഴെന്തായി, ഇനി നിങ്ങൾക്ക് ഇവിടെ ഇടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് പെട്ടെന്ന് നിങ്ങൾക്ക് ഒരു മെസ്സേജായിട്ട് വരും. നിങ്ങളുടെ സൗകര്യമനുസരിച്ച് ഇവിടുത്തെ പ്രഭാഷണങ്ങൾ കേൾക്കാം. ഏതായാലും നമുക്ക് ഇതിൻ്റെ അടുത്ത ഭാഗം അടുത്ത ദിവസവുമായിട്ട് വരാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.